ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനവിഷയം എൻ്റെ പാനപാത്രം എങ്ങനെ നിറഞ്ഞു കവിയും. എൻ്റെ പാനപാത്രം എങ്ങനെ നിറഞ്ഞു കവിയും. ഇന്ന് 596 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. നാം സങ്കീർത്തനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ 23 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൻ്റെ അവസാനം ഇപ്രകാരം കാണുന്നു: എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അത് എങ്ങനെ നിറഞ്ഞു കവിയും എന്ന് നമുക്ക് ഈ ധ്യാനത്തിലൂടെ ഒന്ന് നോക്കാം. സുപ്രസിദ്ധ സുവിശേഷകനായ ബില്ലി ഗ്രാം ഒരു സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു. സ്വോത്രകാഴ്ച അർപ്പിക്കുന്ന സമയമായി മുഖ്യ പ്രാസംഗികനായിരിക്കുന്ന ബില്ലി ഗ്രാമിൻ്റെ അടുക്കൽ സ്വോത്രകാഴ്ച അർപ്പിക്കുന്ന പാത്രവുമായി ഒരു ബാലിക എത്തിയപ്പോഴാണ് അദ്ദേഹം പോക്കറ്റിൽ നോക്കുന്നത്. $10 അർപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. പോക്കറ്റിൽ നോക്കിയപ്പോൾ $50 നോട്ട് മാത്രം. വേറെ ഒന്നുമില്ല. അദ്ദേഹം അത് അർപ്പിച്ചു. പിന്നീട് യോഗം കഴിഞ്ഞപ്പോൾ ബില്ലി ഗ്രാം ഇത് തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു, 40 വെറുതെ പോയി. ബില്ലി ഗ്രാമിന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചപ്പോൾ, മനസ്സോടെ നൽകുന്നതാണ് ദൈവം സ്വീകരിക്കുന്നത്, മനസ്സില്ലാതെ കൊടുക്കുന്നത് കണക്കിൽ കൂട്ടില്ല എന്ന് മറുപടി പറയുകയുണ്ടായി. ദൈവരാജ്യത്തിൻ്റെ മർമ്മം അങ്ങനെയാണ്. മനസ്സോടെ അനുഗമിക്കുന്നവനെ ദൈവം സ്വീകരിക്കുന്നു. ദൈവം സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അംഗീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. യേശുക്രിസ്തു കടൽ തീരത്തു കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും വല വീശുന്നത് കണ്ടു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വചനമാണ്, എൻ്റെ പിന്നാലെ വരുവീൻ എന്ന പേരിൽ പ്രസിദ്ധമായത്. സുപ്രസിദ്ധമായ ഈ ആഹ്വാനം അനേകം വ്യക്തികളോട് സംവദിക്കുകയും അവർ ശിഷ്യന്മാരായ പത്രോസും ശീമോനും അന്ത്രയോസും, അതായത് പത്രോസ് എന്ന് പറയുന്ന ശീമോനും അന്ത്രയോസും ചെയ്തതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്തു. എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് വല വീശുന്നവരോട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നുവോ, അതോ വെറുതെ അധ്വാനിച്ചിട്ട് കാര്യമില്ല എന്ന് ഓർപ്പിക്കുകയായിരുന്നോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുമല്ല എങ്കിൽ കൂടുതൽ അർത്ഥവത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് മനുഷ്യരോട് പറയുന്ന ക്രിസ്തുവിനെയാണോ നാം ഇവിടെ കാണുന്നത്? 4 പ്രധാന ചിന്തകൾ ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നു. ഒന്നാമത്തേത്, ക്രിസ്തു മുമ്പിൽ നടക്കുന്നു. ബലഹീനർക്കും ആലംബഹീനർക്കും ഒരു നേതാവില്ലാതിരിക്കുമ്പോഴാണ് ആരും അവകാശപ്പെടാനില്ലാത്തവർക്ക് ആശ്വാസമായി ക്രിസ്തുവിൻ്റെ വചനം ഉയരുന്നത്. ഏത് പ്രതിസന്ധികളിലും ക്രിസ്തുവിൻ്റെ നേതൃത്വം മുമ്പിൽ നിന്നുള്ള നയിക്കലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ പിൻപറ്റുവാനുള്ള ഭാഗ്യം വിശ്വാസികൾക്കുള്ളതാണ്. വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള നടപ്പ്. വിശ്വസിക്കാത്തവൻ സ്വയം തീരുമാനിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു. ഇഷ്ടമുള്ളിടത്തുകൂടി നടക്കുവാനല്ല, ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലത് ഉപേക്ഷിക്കുന്നതാണ് അനുധാവനം. യേശുവിനെയും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും വല നന്നാക്കുന്നത് കണ്ടു. പിന്നീട് അപ്പനെയും പടകിനെയും വിട്ട് അവർ ക്രിസ്തുവിനെ അനുഗമിച്ചതായി കാണുന്നു. അന്നുവരെ ലാഭമായിരുന്നതും ഉപജീവനത്തിന് ഹേതുവായിരുന്നതും ഭൗമികമായ സമ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യവും വിട്ട് ക്രിസ്തുവിൽ അലിഞ്ഞു ചേരുകയാണ്. ആ സമുദ്രക്കരയിൽ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നതിനെ തുടർന്ന് 2 നദികൾ ഉണ്ടായി എന്ന് നമുക്ക് അറിയാം. ശിമോൻ, അന്ത്രയോസ് എന്ന ജീവജലത്തിൻ്റെ നദികൾ സമുദ്രത്തിലെ ഉപ്പിൻ്റെ അംശം കുറയ്ക്കുന്നു. ശുദ്ധജലവാഹികളായി ആ നദികൾ മാറുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വാഗ്ദാനം പ്രാപിച്ചവരായിരുന്നു അപ്പോസ്തലന്മാർ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. നാലാമതായി, ആദ്യം അനുസരിക്കുക, പിന്നീട് അനുഭവങ്ങളെ അനുഭവിക്കുക എന്നാണ് പറയുന്നത്. നോമ്പിൻ്റെ ഒരു ദിവസം കൂടി പിന്നിടുമ്പോൾ ഒരു
ചുവടെങ്കിലും ക്രിസ്തുവിനോടൊപ്പം നയിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ശൂനോയോ നോമ്പ് നടക്കുന്നു. ആ ശൂനോയോ നോമ്പിന്റെ അവസരത്തിലെങ്കിലും നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരുത്തുവാൻ സാധിച്ചോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഇതേവരെ അതിന് സാധിച്ചില്ല എങ്കിൽ ഇനി നമുക്ക് അത് സാധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ദൈവത്തോട് അടുക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ, സത്പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ നോമ്പ് നമുക്ക് ഒരു ഗുണകരമായി തീരും. നോമ്പിൻ്റെ 5 പ്രധാന ചിന്തകൾ ഇന്നത്തെ വചന ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ആത്മപരിശോധനയും അനുതാപവുമാണ് നോമ്പിൻ്റെ പ്രത്യേകത. ആത്മപരിശോധനയും അനുതാപവുമാണ് നോമ്പിൻ്റെ പരിശോധന. രണ്ടാമത്തേത് ക്രിസ്തുവിൻ്റെ വിളി ശ്രദ്ധിക്കുന്നതിനും അതിന് വേണ്ടതായ വില നൽകുന്നതിനുമാണ് നോമ്പ് നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പദവി ഉയരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തുവിനോടൊപ്പം ഒരു ചുവട് വയ്ക്കുന്നതിനെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് കരുതണം. ചിലത് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് നോമ്പ് അർത്ഥപൂർണമാകുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ ഫലകരമായ സാക്ഷ്യം നിർവഹിക്കുമ്പോഴാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൂടെ ഫലകരമായ സാക്ഷ്യം നിർവഹിക്കുമ്പോഴാണ് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് സാക്ഷ്യം പറയാനാകുന്നത്. മാഡം ഗുയോൺ പറയുന്നത് പോലെ കഷ്ടതയുടെ ജ്വാലയിലൂടെയാണ് ദിവ്യത്വമെന്ന സുവർണമുദ്രകൾ രൂപപ്പെടുന്നത്. കഷ്ടത രൂപാന്തരത്തിനായി വ്യക്തികളെ ഒരുക്കുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആരാധനയ്ക്കായി ഒരു വ്യക്തിയെ ഒരുക്കുന്നതും ഉണർത്തുന്നതും കഷ്ടതയുടെ അനുഭവങ്ങളാണ്. ഓരോ ജീവിത അനുഭവങ്ങളും ആത്മീയമായ പാഠം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിനുള്ള ക്ഷണമാണ് കഷ്ടതകൾ. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കായി സമർപ്പിക്കുവാനുള്ള ക്ഷണമാണ് കഷ്ടതകൾ. ദൈവികോദ്ദേശം അനുസരിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും ഉള്ള ഫലദായകമായ ഇടപെടലുകളാണ് കഷ്ടതകൾ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമാകുന്നതിലൂടെ, കാൽവറി അനുഭവം പങ്കുവയ്ക്കുന്നതിലൂടെ കഷ്ടതയെ അതിജീവിക്കുന്നതിനുള്ള മനസ്സ് പ്രാപിക്കുന്നു. സന്തോഷവും സന്താപവും ജീവിതത്തിലെ ഇഴപിരിയാത്ത ധാരകളാണ്. അവയെ ക്രിസ്തു എന്ന ജീവദായകമായ വഴികളിലൂടെ കണ്ടെത്തുന്നവരും അതിജീവിക്കുന്നവരുമാകണം. സുസ്ഥിരമായ രൂപാന്തരമാണ് നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ സൂനോയോ നോമ്പ് നമുക്ക് അനുഗ്രഹപ്രദമായി തീരണമെന്നുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.